നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ നിരത്തിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. അടിയന്തരാവസ്ഥാ കാലം കറുത്ത അധ്യായമെന്ന് പരാമർശിക്കുകയുമുണ്ടായി. നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവയും പ്രതിപാദിച്ചുകൊണ്ട് 50 മിനിറ്റ് നീണ്ട പ്രസംഗമാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു നടത്തിയത്. 1975-ലുണ്ടായ അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായി നേരിട്ടുള്ള ആക്രമണത്തിന്റെ ഏറ്റവും ഇരുണ്ട അധ്യായമായിരുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ഭരണഘടന എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ NDA സർക്കാരിന്റെ പ്രവർത്തനങ്ങളും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. സ്ത്രീകളുടെയും ദരിദ്രരുടെയും ഉന്നമനത്തിനായി സർക്കാർ പരിശ്രമിക്കും. PM ആവാസ് യോജന പ്രകാരം സ്ത്രീകൾക്ക് വീടുകൾ നൽകി. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സാ പദ്ധതി അവതരിപ്പിക്കുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഭാരതം മാറുന്നതിന്റെ അടയാളമാണ് അടിസ്ഥാന സൗകര്യ രംഗത്തെ വികസനം. അതുകൊണ്ട് തന്നെ 10 വർഷം കൊണ്ട് 3.80 ലക്ഷം ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ദേശീയ പാതാ വികസനം ഇരട്ടി വേഗത്തിലാക്കാൻ കഴിഞ്ഞു. എടുത്തു പറയേണ്ടത് വനിതാ ശാക്തീകരണം പുതിയ യുഗത്തിന് തുടക്കമിട്ടതാണ്. വനിതാ സംവരണ നിയമം പാസാക്കാൻ സാധിച്ചു. ദരിദ്ര വിഭാഗങ്ങളെ സർക്കാർ സേവിക്കുന്നുവെന്ന വിശ്വാസം സൃഷ്ടിക്കുവാൻ സാധിച്ചു. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സ ഉറപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും രാഷ്ട്രപതി വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും യുവാക്കൾക്ക് അവസരം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും പറയുന്നതിനിടയിലാണ് നീറ്റ് വിവാദം രാഷ്ട്രപതി പരാമർശിച്ചത്. പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി ഉണ്ടാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. CAA അനുസരിച്ച് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകി ജൂലൈ 1 മുതൽ നിലവിൽ വരുന്ന ഭാരതീയ ന്യായ സംഹിത നിയമ നടപടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറയുകയുണ്ടായി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഭരണപക്ഷം കയ്യടി മുഴക്കിയപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധവും ഉയർത്തി. നീറ്റ് ക്രമക്കേടും അഗ്നിവീർ പദ്ധതിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാഷ്ട്രപതി വിദ്യാഭ്യാസ നേട്ടങ്ങൾ വിവരിക്കവെയാണ് പ്രതിപക്ഷം നീറ്റ് വിഷയം ഉയർത്തിയത്. പേപ്പർ ചോർച്ച തടയാൻ നിയമം വിജ്ഞാപനം ചെയ്തുവെന്ന് രാഷ്ട്രപതി പറയുകയും ചെയ്തു.